ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീട്ടിൽ പൂരാന്ന്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ അമ്മ ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തലേദിവസം തന്നെ ഞാൻ കാബേജൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിട്ട് അമ്മ വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി കൊടുത്തു. പരിപ്പൊക്കെ അമ്മ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ വേഗം 2 ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കാം, എന്നിട്ട് കട്ടൻ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം അമ്മ 2 ഗ്ലാസ് കട്ടൻ ചായയൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ വേഗം കഷ്ണങ്ങൾ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ നുറുക്കി അതൊക്കെ കഴുകി വാരി വെക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ അനിയൻ പതുക്കെ ചിക്കനും മീനൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിരുന്നുകാരും പിന്നെ അനിയൻ്റെ കുറച്ച് കൂട്ടുകാർ വരും, അവർ വൈകിട്ടത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വാവച്ചിക്ക് മണിക്കൂട്ടനും ബിജാഷേട്ടനും ചോറ് കൊണ്ടുപോകണ്ട, പിന്നെ എനിക്കാണ് കൊണ്ടുപോകണ്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോറ് പതുക്കെ വെച്ചാൽ മതി എന്നൊക്കെ ഞാൻ അമ്മോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ വേഗം തക്കാളി സബോളയൊക്കെ വഴറ്റിയെടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ചമ്മന്തി വേണ്ടേ. അപ്പോഴേക്കും അമ്മ പാൽ ചായയൊക്കെ വെച്ചിട്ട് അതൊക്കെ അരിച്ചെടുത്തു. എന്നിട്ട് ഞാൻ വേഗം ചമ്മന്തിയൊക്കെ അരച്ച് ബിജാഷേട്ടനും മക്കൾക്കൊക്കെ ചായയൊക്കെ കൊടുത്ത് ഞാനും ചായയൊക്കെ കുടിച്ചിട്ട് ജോലിക്ക് പോകാനായിട്ട് നോക്കുകയാണ്. ഇന്ന് ടീച്ചർ ലീവാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ജോലിക്ക് പോയി വന്നിട്ട് ചിക്കനും മീനൊക്കെ അമ്മേനെ വെക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വരുമ്പോഴേക്കും അമ്മ മീനൊക്കെ വറക്കാനായിട്ട് മിളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറിയും ഒരുവിധം ആയി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിട്ടാണ് നാളികേരമൊക്കെ ചിരകി പാലൊക്കെ എടുത്ത് കൊടുത്തത്. പിന്നെ അമ്മ തന്നെയാണ് ചിക്കനും മീൻകറിയൊക്കെ വെക്കുക. അമ്മയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് ചെയ്യാനൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ ഇറങ്ങി കയറാനും പിന്നെ പാത്രങ്ങൾ കഴുകാൻ തറഞ്ഞ് നിൽക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ മീൻകറിയൊക്കെ ആയി വന്നു. അപ്പോഴേക്കും ഞാൻ വേഗം ചായയൊക്കെ വെച്ചു. ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു. പിന്നെ മീൻകറി വെച്ച പാത്രത്തിൽ നിന്ന് എല്ലാം പകർത്തി മാറ്റി വെച്ചതിന് ശേഷം അതിൽ തന്നെയാണ് ചിക്കൻ വെക്കുന്നത്. അപ്പം അമ്മ കാബേജ് ഉപ്പേരി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ നമ്മൾ കാലത്ത് വെച്ചതും ഉണ്ടായിരുന്നു. പിന്നെ മീൻകറിയും ഞാൻ പറഞ്ഞില്ലേ ഉരുളിയിൽ നിന്നൊക്കെ മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് വെച്ചു. അപ്പം അങ്ങനെ ചിക്കൻ കറിയും മീൻകറിയും കാബേജ് ഉപ്പേരി സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വേഗം ചിക്കനൊക്കെ സബോളയൊക്കെ വാട്ടിയിട്ട് അമ്മയ്ക്ക് ഇട്ടിട്ടേ അതിങ്ങനെ ഇളക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ കയ്യിനും ചെറിയൊരു വേദനയുണ്ട്, പിന്നെ തണ്ടിൽ വേദന ഇങ്ങനെ നിന്നിട്ട് ഇളക്കാനായിട്ട് ഇത്തിരി വിഷമം. അപ്പോൾ ഞാനതൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ചിക്കനിൽ ഇങ്ങനെ തീ കൂടി വന്നപ്പോൾ അമ്മ അതെടുത്തിട്ട് പുറത്തേക്ക് ഇട്ടതാണ്. പക്ഷേ വാഴയുടെ ഇലയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തി പിടിച്ചു. അപ്പോൾ അതൊക്കെ കെടുത്തി. അപ്പോഴേക്കും ഞാൻ വേഗം വന്ന് അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്തപ്പോഴേക്കും വാവച്ചി വേഗം വിളക്കൊക്കെ വെച്ചു. അപ്പോൾ അച്ചാച്ചനും മാമന്മാരും എല്ലാവരും ഈ പൂരത്തിൻ്റെ കമ്മിറ്റിയിലുള്ള കാരണം അവരൊക്കെ നല്ല തിരക്കിലായിരുന്നു. പിന്നെ ചിക്കൻ കറി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അടുക്കളയൊക്കെ എല്ലാ പാത്രങ്ങളും പകർത്തിയൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് അടുക്കളയും കൂടി തുടച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ ഈ പൂരത്തിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ, ചേച്ചി വന്നിട്ടില്ല. ചേച്ചി ഞങ്ങൾക്ക് വേറൊരു പൂരമുണ്ട്, തുള്ളാങ്കര പൂരം, അതിന് വരും. അങ്ങനെ കുറേ സെറ്റ് തെയ്യും ശിങ്കാരിമേളം എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അടിപൊളി പൂരമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പൂരമൊക്കെ അമ്പലത്തിൻ്റെ പൂരമൊക്കെ കഴിഞ്ഞു. അടിപൊളി പൂരം